അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമ കാരുണ്യനായ ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ്റെ രക്ഷയും സമാധാനവും ഏവരിലും വർഷിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. صدق الله العلي العليم. പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഠിച്ച തമ്പുരാന്റെ രക്ഷയും സമാധാനവും നമ്മൾ ഏതെങ്കിലും വർഷിക്കുമാറാകട്ടെ. ടച്ച് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചോല പാർപ്പിട സമർപ്പണ പദ്ധതി ഈ പരിപാടിയിൽ വളരെ സന്തോഷത്തിൻ്റെ ഒരു സദസ്സിനാണ് നമ്മൾ. ഏകദേശം 6 വർഷത്തിലധികമായി സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രയാസപ്പെടുന്ന അശരണരായ അഗതികളായ സമൂഹത്തിൻ്റെ പുറമ്പോക്കിൽ തള്ളപ്പെട്ട നിർദ്ധനരായ മനുഷ്യർക്ക് താങ്ങും തണലുമായി നിന്നുകൊണ്ട് കണ്ണീരൊപ്പുന്ന അവരുടെ ശ്രമത്തിലായിരുന്നു ടച്ച്. ആകാശത്തിൻ്റെ മേലെ താഴെ മേൽക്കൂരയില്ല, ആകാശം മാത്രം മേൽക്കൂരയായി ജീവിച്ചു കഴിയുന്നു. തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന സഹോദരി സഹോദരന്മാർ, കടവരാന്തകൾ നമ്മൾ നിത്യകാഴ്ചകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഷട്ടറൊന്ന് താഴ്ന്നു കിട്ടിയാൽ എൻ്റെ കുഞ്ഞിനെയും വെച്ച് ഈ ചേരിയിൽ എനിക്കും എൻ്റെ കുഞ്ഞിനൊന്ന് തലതായ്ക്കാമെന്ന ചിന്തയുമായി കഴിഞ്ഞുകൂടുന്ന സഹോദരി. ഇത്തരം ഒരുപാട് മനുഷ്യരെ ഈ 5-6 വർഷത്തെ ടച്ചിൻ്റെ പ്രവർത്തനവുമായി അതിൻ്റെ പ്രവർത്തകർ മുമ്പോട്ട് പോയപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായ ഒരുപാട് ആശങ്കകളും പ്രയാസങ്ങളും പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ അതിൻ്റെ പര്യവസാനമാണ് ഇന്ന് നമ്മളിവിടെ ആരംഭം കുറിക്കുന്ന ഈ പാർപ്പിടത്തിലുള്ള സ്പർശനങ്ങൾ, സാന്ത്വനങ്ങൾ ടച്ച് ഈ അർത്ഥത്തിലുള്ള മനുഷ്യർക്ക് നൽകി വരികയാണ്. ഒരുപാട് മനുഷ്യർക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീടെന്ന സ്വപ്നം ടച്ചിൻ്റെ 100-ലധികം വീട് ടച്ചിൻ്റെ ഈ അർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
ആദ്യം 35,000 രൂപയായി ഫണ്ട് വർദ്ധിപ്പിച്ച സമയത്തുമൊക്കെ പ്രയാസപ്പെടുന്ന ബിന്ദു ഉയരവും കോൺക്രീറ്റിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയുമായി വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ടച്ച് മുന്നിട്ടിറങ്ങി ആ സ്വഭാവത്തിൽ അച്ഛൻ്റെ ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും സമാഹരിച്ചുകൊണ്ട് സ്വരൂപിച്ചുകൊണ്ട് സഹോദരങ്ങളെ നന്മയിൽ സഹകരിക്കുന്ന സഹോദരങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് ആ പ്രദേശത്തുള്ള കൂട്ടായ്മയിൽ കൂടാൻ മനുഷ്യരുടെ കൂടിച്ചേരലുകൾ, എതിർചേരികളിൽ വ്യത്യസ്ത ചേരികളിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ കൂടിച്ചേരൽ പണി പൂർത്തിയാവാൻ അവസരമായി നിൽക്കുമ്പോൾ അവരുടെ മറുഭാഗത്ത് വണ്ടി വെട്ടിക്കളിക്കായി ആങ്ങളിൽ പറഞ്ഞു. ഒരു കൂട് പോലുള്ള ഒരു ഗുഹാമുഖത്ത് നിന്ന് അമ്മ അവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടിരുന്നു. ദേവിദാസ്മാർ ചോദിച്ചു, എവിടെ കുട്ടികൾ ഓരോരുത്തരെയും പിടിച്ച് ഈ കല്ലട്ടിയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇരുത്തിച്ചിറങ്ങണം. ആരോട് ചോദിക്കാതെ ദേവിദാസ്മാർ അവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ, നിങ്ങൾക്ക് വീടുണ്ടാക്കി തരാൻ വന്നവരാണ് ഇവർ നിങ്ങൾക്ക് വീട് തരും. ഒരു അരച്ചമര കെട്ടിവെച്ച വീട്. അമ്മ ഒരു ചെറിയ കുഞ്ഞിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ അതൊക്കെ ഈ 2 മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. വീടിന്റെ പണി പൂർത്തിയായി ആ സമയത്ത് അമ്മ ചോദിക്കുമ്പോൾ, ഞാനില്ലാതായാൽ ഇവരുടെ ഗതി എന്താവും? അറമ്പറ്റിയതുപോലെ ആ വീട്ടിൽ താമസിച്ച് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ആ അമ്മ മരിച്ചുപോയി എന്നുള്ള വാർത്തയാണ് ടച്ചിനെ തേടുക. ആ അർത്ഥത്തിൽ അവരുടെ വീട് പൂർത്തീകരിച്ച് അവരെ അതിൻ്റെ ഉള്ളിൽ താമസിപ്പിച്ച് പണി പൂർത്തിയായി കൊടുത്തു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ സമയം. ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് മനുഷ്യരെ കണ്ടു. അവർക്ക് ഭൂമിയുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് വീട് നിർമ്മിച്ച് അവരെ സഹായിക്കാൻ കഴിയും, പങ്കുപറ്റാൻ. പഞ്ചായത്തിന് അവർക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ അവരുടെ പേര് ഭൂമി വേണം. അതില്ലാത്ത ഒരുപാട് സഹോദരി നിർത്തനകൾ, വിധവകൾ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ പ്രയാസങ്ങൾ. ഇത്തരം മനുഷ്യരുടെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുക, അവർ 2 കൈകൾ നീട്ടി അവർ നമ്മോട് ചോദിക്കുന്നു, ഞങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും, ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പാർപ്പിക്കാൻ പറ്റും. ഈ കുഞ്ഞു മക്കളെയും വെച്ചിട്ട് പീഡികത്തിനിടയിൽ കിടക്കുന്ന ആളുകൾ, വാടകയുടെ ചെറിയ കൂടികളിൽ താമസിക്കുന്ന ആളുകൾ, പലരുടെയും പുറമ്പോക്ക് നീല പ്ലാസ്റ്റിക് മറച്ചു കെട്ടി ചളിപ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ. ഈ കുടുംബാംഗങ്ങൾ നമ്മളോട് കെഞ്ചിക്കൊണ്ട് ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ കഴിയും? പഞ്ചായത്തിനെ സമീപിച്ചു, വില്ലേജിനെ സമീപിച്ചു, സ്വന്തമായി ഭൂമിയില്ലാത്തത് കൊണ്ട് ഒരു നിർവാഹവുമില്ല, നിയമത്തിന്റെ തടസ്സങ്ങളുണ്ട്. ടച്ചിന്റെ പ്രവർത്തകർ അതിന്റെ മുമ്പിൽ ശക്തരാവില്ല, ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അവസാനം ആലോചിച്ചെടുത്ത തീരുമാനമാണ് അവർക്കൊരിടം കൊടുക്കാൻ നമ്മൾക്ക് ചില ചെയ്യേണ്ടതുണ്ട്, എന്നെങ്കിൽ ടച്ചിന്റെ അർത്ഥ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ. അധ്യക്ഷത വഹിക്കുന്നത് ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ ബഹുമാന്യനായ യു അബ്ദുള്ള സാഹിബ് അവர்களാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ചോല പാർപ്പിട പദ്ധതി 40 വീടുകളുടെ ഈ പ്രൊജക്ട് ഇവിടെ ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ MLA ആദരണീയനായ AK ശശീന്ദ്രൻ അവர்களാണ്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ നാടിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ 2ാം ഘട്ട പ്രവൃത്തിയുടെ തറക്കല്ലിട കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് നമ്മളോട് ഉറപ്പ് തന്നിരുന്നത് ബഹുമാന്യനായ നമ്മുടെ MLA പ്രദീപ് കുമാർ അവர்களാണ്. അദ്ദേഹം കോഴിക്കോട് അടിയന്തരമായ ഒരു യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ 6 വീടുകളുടെ താക്കോൽ ബഹുമാന്യനായ നമ്മുടെ കലക്ടർ KV മോഹൻകുമാർ അവർക്ക് നൽകിക്കൊണ്ട് കലക്ടർ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. ആറ് വീടുകളുടെ താക്കോൽ ബഹുമാന്യനായ ചെയർമാൻ യു അബ്ദുള്ള സാഹിബ് നമ്മുടെ പ്രിയങ്കരനായ കലക്ടർ KV മോഹൻകുമാർ അവർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കും. ബഹുമാന്യനായ കലക്ടറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. മറ്റൊന്ന്
ഈ പരിപാടി നമ്മളോട് കൂടെ ഉണ്ടായി തീരേണ്ടത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ കാനത്തിൽ ജമീൽ അവരുകളായിരുന്നു. അവരുടെ മാതാവ് ഇന്നലെ മരണപ്പെട്ടത് കൊണ്ട് അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഞാൻ എത്തിച്ചേരാൻ കഴിയാത്തത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ സഭയിൽ പറയണം. മറ്റൊരിക്കൽ ഞാൻ വന്നു ചേരും. സർവ്വവിധ മംഗളങ്ങളും ഈ പരിപാടിക്ക് ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത്